ഗുഡ് മോർണിംഗ്. എൻ്റെ കൂടെ 2 കുട്ടിപ്പട്ടാളങ്ങളുണ്ട്. കാണുന്നുണ്ടോ? ഇത് ശിവാനി, ബാക്കിലുള്ളത് ഗൗതം. ഓക്കെ, അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ മണാലി ദിവസങ്ങളിലെ 2ാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പൊ ഞങ്ങള് ഇന്ന് പോണത് അടൽ ടണലും അതുപോലെ മഞ്ഞും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പോകണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ പടികളിറങ്ങിയത് എന്തിനാണ് മക്കളെ? ഭക്ഷണം കഴിക്കാൻ. ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്ക് ഇങ്ങോട്ട് ആകാവുന്നോ. ഓക്കെ, അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് വേണം നമുക്കിവിടെ മഞ്ഞിലൊക്കെ ഇന്ന് കുളിക്കാനൊക്കെ ആയിട്ട് പോവാൻ. അയ്യോ, ഇതിന് കാണുന്നില്ല. ശരി, അപ്പം എന്തായാലും നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ റെഡി ആവുന്നേ ഉള്ളൂ. അപ്പം തൊട്ട് ഇവിടെ നേരെ നമ്മുടെ റൂമിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ആപ്പിൾ മരം പൂത്ത് നിൽക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഓക്കെ. ഓ, ഈ കുഞ്ഞു പിള്ളേർക്കൊന്നും തണുക്കില്ല എന്നാ പറയണത്. ഇത് ബോയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ശരിക്കും നല്ല തണുപ്പുണ്ട്. ഇപ്പോൾ സമയം 8 മണിയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാക്കിലേക്കുള്ള വഴിയാണ് ഇത്. അപ്പോൾ അതെ, ഈ കാണുന്നതാണ് ആപ്പിൾ മരം. കണ്ടോ? ഓ, ഇത് കണ്ടോ? ഇത് ഫുൾ പൂത്തിരിക്കുകയാണ്. ഇപ്പോൾ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കാണ് ഇത് ആപ്പിൾ ആവുള്ളൂ. നല്ല ഭംഗിയില്ലേ? ഇനി നമുക്ക് ഒന്ന് അവിടെ വരെ പോയി നോക്കാം. മഞ്ഞ് കാണിക്കാം. അതെ. അയ്യോ, അതെ, ഡോഗ്സ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഡോഗ്സിന്റെ പ്രത്യേകത നമ്മൾ ഇന്നലെ പറഞ്ഞല്ലേ, നല്ല ഉരുണ്ട് തടിച്ച് വരണ്ടിട്ടിരിക്കുന്നു. ദേ കൊറേ പേരുണ്ട് കേട്ടോ. നോക്ക്, നോക്ക്, കണ്ട തടിയന്മാർ കണ്ട അവിടെ മഞ്ഞ് കണ്ടോ? നമ്മൾ ഇനി എന്തായാലും മഞ്ഞൊക്കെ കാണാൻ പോവും. ഓക്കെ, എല്ലാവരും റെഡി? മഞ്ഞിൽ കുളിക്കാൻ റെഡി? ഇതാരാണ് ഈ മഞ്ഞക്കിളി? ആ, നല്ല ക്യൂട്ട് ബേബി. ഓ, ഞങ്ങളെല്ലാരും ഇപ്പൊ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മള് ഇതിലേക്ക് പോവാണ്. അപ്പൊ ഇനി അവിടെ നിന്നുള്ള കാഴ്ചകൾ, ഇനി മഞ്ഞിൽ കുളിച്ച് നമ്മളെ കളിച്ച് അടിപൊളിയായിട്ട് വരുള്ളൂ അല്ലേ? ഇവരൊന്നും എനിക്ക് നേരത്തെ പരിചയമില്ല. ഇവരൊക്കെ എൻ്റെ ട്രിപ്പിൽ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള പല ആളുകളും നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരിചയക്കുറവൊന്നും ആരെയും ബാധിച്ചിട്ടില്ല കേട്ടോ. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഒരു യാത്ര മനോഹരമാവുന്നത് എല്ലാവരും ഒരുമിച്ച് പരസ്പരം സ്നേഹത്തോടെയും ആ യാത്ര ഒരുപാട് ഇഷ്ടപ്പെട്ടൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയാവുന്നത് അല്ലേ? അപ്പോൾ ദൈവം സഹായിച്ച് അങ്ങനെ ഒരു നല്ല ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. അപ്പോൾ ഇനി നമ്മുടെ യാത്ര ആ കാണുന്ന മഞ്ഞുമല കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അധികം സമയമില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കാണരുത്. അതായത് ഈ യാത്ര നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണെന്നുള്ളൊരു ഫീൽ ഈ വീഡിയോ കണ്ടു നോക്കൂ. നിങ്ങൾ ശരിക്കും മണാലി കണ്ട പോലെ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. എല്ലാവരുടെയും ഒരു ഡ്രീം ഡെസ്റ്റിനേഷനാണ് മണാലി എന്ന് പറയുന്നത് അല്ലേ? ഇപ്പം നമുക്ക് തണുപ്പ് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിന് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഇപ്പോൾ ഊട്ടിയും കൊടൈക്കനാലിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് അനുഭവിച്ചറിയാം. പക്ഷേ മഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്തായാലും വരണം അല്ലേ? അപ്പോൾ ആ ഒരു മഞ്ഞിലേക്കാണ് നമ്മളുടെ യാത്ര. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് മനസ്സിരുത്തി ഫ്രീ ആയിട്ട് തന്നെ ഈ ഒരു വീഡിയോ കാണാം, ഇവിടുത്തെ കാഴ്ചകൾ കാണാം.
ഇത് സോളങ് വാലി എന്ന് പറയുന്ന സ്ഥലമാണ്. എല്ലാവർക്കും അറിയാം മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു പ്രദേശമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ മഞ്ഞില്ല. കണ്ടോ, നിറയെ വണ്ടികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റിയും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മഞ്ഞിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ചില പ്രദേശങ്ങളിലും മഞ്ഞുണ്ടാവും, ചില സമയത്ത് അവിടെ ഒട്ടും ഉണ്ടാവില്ല. അപ്പോൾ മഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ പ്ലേസ് പോലെ തന്നെയാണ് അല്ലേ. പക്ഷേ ഇവിടെ ഓൾറെഡി എല്ലാ സമയങ്ങളിലും മഞ്ഞ് ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ സിസു എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. അത് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു സോളങ് വാലിയിൽ ഇപ്പോൾ മഞ്ഞുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അടൽ ടണലും അല്ലെങ്കിൽ ആ സിസു എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇവിടെ തന്നെ കണ്ട് നമ്മൾ തിരിച്ചു പോകും. കണ്ട് ഇവിടെ നിറയെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്, മഞ്ഞില്ലാന്നേ ഉള്ളൂ. പക്ഷേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നമ്മളെന്തായാലും ഇവിടെ ഇറങ്ങുന്നില്ല. നമ്മൾ നേരെ നമ്മളുടെ ഒരേ ലക്ഷ്യം, നമുക്ക് ഒരുപാട് മഞ്ഞ് വാരി എറിയാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ ആകാശം, നീലാകാശത്തിൽ ആ വെള്ള മഞ്ഞ് മലകൾ. ശരിക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്തോ ഒരു സംഭവം അങ്ങ് നേടിയതുപോലെയാണ്. ഇപ്പം ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും ഇതൊന്നും എനിക്ക് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇതൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നില്ല. ആ ഒരു വിചാരത്തിനൊന്നും യാതൊരു പ്രസക്തിയില്ല കേട്ടോ. നമ്മൾ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഈ ഒരു മണാലിയെ നിങ്ങൾക്ക് സ്വപ്നം കാണാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളിവിടെ എത്താതിരിക്കില്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു വാർത്ത കേട്ടത്. സൈക്കിളിൽ ഒരു കാശ്മീർ കാണാൻ പോയ ഒരു കുട്ടിയുടെ സ്റ്റോറി. അപ്പോൾ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം മാത്രം മതി, അതിനകത്ത് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. അതൊക്കെ വഴിയെ വന്നു ചേരുന്ന കുറേ കാര്യങ്ങളാണ്. ആദ്യം വേണ്ടത് യാത്ര ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രമാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നത്തിൽ കൂടെ തന്നെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് എന്നുള്ളൊരു ഫീലാണ് ഇതൊക്കെ കാണുമ്പോൾ. ഇത് ശരിക്കും വീഡിയോയിലൊക്കെ എത്രത്തോളം ആ ഒരു എഫക്റ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു യാത്ര എന്ന് പറയുന്നത്, ഇങ്ങനെ മഞ്ഞ് കണ്ടുള്ള ഈ ഒരു പോക്ക് എന്ന് പറയുന്നത്, ഇറ്റ്സ് റിയലി അമേസിങ്. ഒന്നും പറയാനില്ല, വാക്കുകൾക്ക് അതീതമാണ്. യെസ്, അങ്ങനെ നമ്മൾ ഇനി അടൽ ടണലാണ് കവർ ചെയ്യാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്ത ആ ഒരു സമയത്ത് വലിയ വാർത്തയായിട്ട് എല്ലാ മാധ്യമങ്ങളിലും വന്നൊരു കാര്യമാണ്. എന്തൊരു അത്ഭുതമാണല്ലേ, ഒരു 10 വർഷത്തിനുള്ളിൽ ഒരു മലയുടെ ഉള്ളിലൂടെയാണ് ഈ ഒരു ടണൽ, അല്ലെങ്കിൽ മല വെട്ടിപ്പൊളിച്ചുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു അടൽ ടണൽ എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം യാത്രയെ സുഗമമാക്കി എന്നുള്ളത് പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും അറിയാം. ഇത് ഏകദേശം ഒരു 9 കിലോമീറ്റർ ഉണ്ട്. എന്തൊരു സജ്ജീകരണത്തോടു കൂടി, എന്തൊരു സൗകര്യത്തോടു കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അല്ലേ. അതിന് ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കുക തന്നെ വേണം. എന്തായാലും ഈ ഒരു അടൽ ടണൽ കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറൊരു ലോകത്തിലോട്ടാണ് എത്താൻ പോകുന്നത്. അതാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ മഞ്ഞ് മലയിലേക്ക്. അവിടേക്കാണ് നമ്മൾ ഇനി ആസ്വദിക്കാൻ പോകുന്നത്. എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മളിവിടെ വണ്ടി നിർത്തി, ഇവിടെ അധികം ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലം നോക്കിയിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. കാരണം നമുക്കങ്ങ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കൂടെയുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള ചേച്ചിയാണിത്, ശ്യാമ ചേച്ചി വളരെ ആക്റ്റീവാണ് കേട്ടോ. ഒന്നിനൊരു തടസ്സമല്ല എന്ന് തെളിയിക്കുന്ന ഒരാളാണ്. ഇത് പിന്നെ ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനി നമ്മൾ മഞ്ഞിലുള്ള കളികളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഞ്ഞ് കാണുമ്പോൾ നമ്മളങ്ങ് കുട്ടികളെ പോലെ ആവുമല്ലേ. നമുക്ക് പ്രായവും പരിസരമൊക്കെ മറന്ന് നമ്മൾ ശരിക്കും അങ്ങ് ആസ്വദിക്കും. അതാണ് ഇവിടെ കാണുന്നത്.
നമ്മുടെ ശിവാനി ഡാൻസ് ചെയ്യാൻ പോകണം. അപ്പോൾ ശിവാനിക്ക് പറ്റുന്നൊരു പാട്ട് കണ്ടുപിടിക്കുകയാണ് ഇവിടെ. ശിവാനിയും അപർണയുടെയും ഡാൻസാണ്. അതിനുശേഷം ബാക്കി കലാപരിപാടികൾ നടക്കും കേട്ടോ. മഞ്ഞിൻ്റെ സ്ഥലങ്ങളിൽ നമുക്ക് അല്ലെങ്കിൽ ഈ പ്രദേശങ്ങളിൽ എല്ലാ ഭാഗത്തും ഒരേ ഒരു ഭക്ഷണമേ കിട്ടുള്ളൂ. അത് നൂഡിൽസാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ തണുപ്പുള്ള സമയത്ത് നല്ല ചൂടോടെ നൂഡിൽസ് കിട്ടുക എന്ന് പറയുന്നത് അതൊരു നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് സമയം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു അന്താക്ഷരി കളിച്ചാലോ എന്നുള്ളൊരു ആലോചനയിലാണ്. അപ്പോൾ നമുക്ക് പാടാൻ ആദ്യത്തെ ആൾ റെഡിയാണ്. வெள்ளை மழை இங்கு பொழிகின்றது, இன்று கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, இன்று வெள்ளை மழை இங்கு பொழிகின்றது, இன்று கொள்ளை நிலா உடல் நனைகின்றது. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് മണാലി? നിങ്ങളുടെ പ്രതീക്ഷ പോലെ വന്നോ? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇവിടെ പറഞ്ഞേ. എനിക്കൊന്നും പറയാനില്ല, അത്രയ്ക്ക് അയ്യോടാ, എനിക്കൊന്നും പറയാനില്ല. ഇവിടെയോ? അടിപൊളി. ഇവിടെയോ? സൂപ്പർ. ചെന്നൈന്ന് വന്നത് നഷ്ടമായി തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല, നന്നായിട്ടുണ്ട്. ഓരോ ടൈമും എൻജോയ് ചെയ്യാണ്. അതെ അതെ അതെ. ഇതിന് പറയാനില്ല, നമ്മള് സ്വപ്നം കണ്ട ഒരു ലോകമാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു ഫീൽ എല്ലാം ഉണ്ട്. നമ്മള് ആ എക്സൈറ്റ്മെന്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അടിപൊളി. ഇപ്പൊ നമ്മൾ എക്സൈറ്റ്മെന്റിൽ മാത്രമല്ല, നമ്മള് മാഗിയും കാത്തിരിക്കുകയാണ്. സാമസംഗീതമേ ഹൃദയ സാഗരങ്ങളെ. പാട്ടുപാടി വരുമോ കൊന്ന പൂത്ത വഴി കാത്തു ആ പാട്ട് കറക്റ്റ് ആയല്ലോ. നമ്മൾ ഇവിടെ ശരിക്കും എക്സ്പ്ലോർ ചെയ്തു. ഒരു 12 മണിക്കൊക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഇപ്പം 4 മണിയായി. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നല്ല രസമായിട്ട് എല്ലാവരും കുറേ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു, നല്ല എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പം മണാലിയിൽ വന്നിട്ട് നമ്മുടെ അത് 2nd ഡേ ആണ്. അപ്പം ഇനി നേരെ നമ്മൾ റൂമിലേക്ക്.